ഹലോ ബഡീസ്. അപ്പൊ നമ്മൾ ഇന്ന് ജിമ്മിന് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കണം. നമ്മളെ മെയിൻ ഗസ്റ്റ് രാജുബായിക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട്, രാജുബായി ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവനാണെങ്കിൽ എപ്പ ജിമ്മിക്ക് വരാന്നുണ്ടെങ്കിൽ ഈ വെല്ലിപ്പാന്റെ പാൻറ് ഇട്ടുകാണ്ട് വരുള്ളൂ. ഇവനോട് ഞാൻ എത്ര ഇത് മാറ്റാൻ പറഞ്ഞാലും ഇവന്റെ ഫ്രീക്കാണെന്ന് ഇവൻ പറഞ്ഞു. പിന്നെ ഇതാണ് നമ്മളെ രാജുബായി. കണ്ട ഒരു ബംഗാളി ലുക്ക് ഉണ്ടെങ്കിൽ ആരും തെറ്റിദ്ധരക്കണ്ട, ആള് മലയാളി തന്നെയാണ്. പിന്നെ അവൻ എന്നോട് ഇറങ്ങി ഈ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ അവനോട് പറഞ്ഞാൽ 2 നേരം ആട്ടുംകാട്ടം നിന്നാൽ മതി. അപ്പോൾ അവൻ അതും തെരഞ്ഞുകാണ്ട് അറബിന്റെ വീട്ടിലേക്കൊക്കെ പോയി നോക്കിയിട്ട. പിന്നെ അവിടുന്നൊക്കെ എങ്ങനെയൊക്കെ പിടിച്ചു കൊടുത്താ ഞാൻ. പിന്നെ അവൻ എന്നോട് പറയാണ്, മനസ്സിലെ എനിക്ക് ഇതിമേൽ കയറി ഒന്ന് ഓടണം, എന്നാൽ അതിന്റെ വയറൊക്കെ കുറയല്ലോ എന്ന് പറഞ്ഞിട്ട് അതിമേൽ കയറണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സിനാനോട് പറഞ്ഞു, ചെക്കൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കട്ടെ, അത് നിങ്ങൾ ഓണാക്കി കൊടുക്കും, ഒന്ന് പവർ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓന് സിനാന് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയൊക്കെ നെക്കി കളിച്ച് ഒന്ന് കേടരുത്തി. അപ്പൊ മറ്റേ നമുക്ക് അങ്ങനെ എന്നിട്ട് ഇനി ഇതും കേടരുത്തല്ലേ പറഞ്ഞു ഞാൻ സിനാനോട്. ഓനോട് പറഞ്ഞ് കുറച്ചു നേരം എന്തെങ്കിലും കാട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും കാട്ടിക്കണ്ട അങ്ങോട്ട് ഓണാക്കി കൊടുക്കുക ചെക്കനൊന്ന് ഓടട്ടെ പറഞ്ഞു. ഓൻ പറഞ്ഞു, ഇത് എന്താണ് സ്പീഡ് ഇല്ലാത്തത്, ഇത് ഇത്ര സ്പീഡൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ എന്റെ മുഖത്ത് നോക്കിയാണ് എന്നോട് പറഞ്ഞു, ഇത് എന്താണ് മനസ്സിലായി സ്പീഡൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സിനാൻ എന്നാ ഒന്ന് സ്പീഡാക്കി കൊടുത്താളോ, ഓനക്കൊന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്പീഡ് കൂട്ടിയപ്പോഴാണ് ഉസൈൻ ബോൾട്ടിനെക്കാട്ടി സ്പീഡിലാണ് ഓൻ ഓടിക്കൊണ്ടിരിക്കണം. ഓൻ എന്നോട് പറഞ്ഞു, എങ്ങനെയെങ്കിലും നിർത്തിക്കൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഓന് പാവല്ലേ വിചാരിച്ചിട്ടാണ് നിർത്തി കൊടുത്തത്. അല്ല എന്താ കാട്ടുക, അല്ലെങ്കിൽ ഓൻ അപ്പുറത്ത് തൊടിക്കറ്റ് വീണെടുക്കും. അങ്ങനെ ഓടി തളർന്ന ആശാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഞങ്ങളെ മുഖത്തേക്കും നോക്കിക്കാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെ ഇവനാണെങ്കിൽ മറ്റേ പ്രസവ വാർഡിൽ പെണ്ണുങ്ങൾ ഇപ്പൊ പ്രസവിക്കും എന്ന് പറഞ്ഞാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഓനോട് പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി ഇനി മതി വർക്കൗട്ടൊക്കെ ചെയ്ത് ഇനി റൂമിൽ പോയി ചെയ്യാന്ന് പറഞ്ഞിട്ട്